പ്രൈസ് ദി ലോർഡ്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഗിരിപ്രഭാഷണത്തിലെ 7-ാമത്തെ ഭാഗ്യവർണ്ണനയാണിത്. സർവ്വ മനുഷ്യരും സമാധാനത്തോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ആർക്കും സമാധാനമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഏതെങ്കിലും ഭയത്തിന് ഓരോരുത്തരും അടിമകളാണ്. സമാധാനം സ്ഥാപിക്കുവാനുള്ള സമാധാന യാത്രകളും ആഗോള കൂടിയാലോചനകളും ലോകമെമ്പാടും നടക്കുന്നു എങ്കിലും മനുഷ്യരുടെ സകല പ്രവൃത്തികളും കൂടിയാലോചനകളും വ്യർത്ഥമായിത്തീരുന്നു. കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോട് സമാധാനമായിരിക്കുമെന്ന് പൗലൂസ് ദൈവജനത്തെ പ്രബോധിപ്പിക്കുന്നു. തെറ്റായ രീതിയിൽ ഒരുവൻ തനിക്കുണ്ടാക്കുന്ന സമാധാനം മറ്റൊരുവൻ്റെ അസമാധാനത്തിന് കാരണമാകുന്നു. ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവരോ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നുവെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. സമാധാനമായി ജീവിക്കുക എന്നല്ല, സമാധാനം ഉണ്ടാക്കുന്നവരാകുമെന്നാണ് കർത്താവ് ശിഷ്യന്മാരെ പ്രബോധിപ്പിക്കുന്നത്. താൻ ഉണ്ടാക്കിയതിനെ ഒക്കെയും ദൈവം നോക്കി അത് എത്രയും നല്ലത് എന്ന് കണ്ടു. എന്നാൽ നന്നല്ല എന്ന് ദൈവം കണ്ടത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് മാത്രമാണ്. ദൈവം നിർമ്മിച്ച സകല ജീവജന്തുക്കൾക്കും മനുഷ്യനെന്തു പേരിടുമെന്ന് കാണുവാൻ അവയെ അവൻ്റെ മുമ്പിൽ വരുത്തി. അവൻ ഇട്ടത് അവയ്ക്കു പേരായി. അവൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എങ്കിലും തനിക്ക് തക്കതായ ഒരു തുണയെ കണ്ടുകിട്ടിയില്ല. മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല എന്ന അവൻ്റെ കുറവിനെ അവനും ഗ്രഹിച്ചു. മനുഷ്യനുള്ള കുറവുകളെക്കുറിച്ച് അവൻ ബോധവാനാണ്. ആദമിലുണ്ടായിരുന്ന ആ കുറവിനെയും ദൈവം നികത്തി. തൻ്റെ ഗാഠനിദ്രയിലും അവൻ അതറിഞ്ഞു. ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസമാകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കിയാൽ ഇവൾക്ക് നാരി എന്നു പേരാകും എന്ന് പറഞ്ഞു. ദൈവം നരന് ആദാം എന്ന് പേരിട്ടു, ആദാം നാരിക്ക് ഹൗവ എന്ന് പേരിട്ടു. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഈ കൂട്ടായ്മയിലെ സമാധാനം കൽപ്പനാലംഘനത്താൽ അവനിൽ നിന്നും ഇല്ലാതായി. പാപം കൽപ്പനാലംഘനമാണ്. പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു. പാപം അധർമ്മം തന്നെയെന്ന് ദൈവവചനം പറയുന്നു. പാപത്താൽ ഉണ്ടായ ഭയത്താൽ മനുഷ്യൻ ദൈവത്തിൽ നിന്നും ഓടി ഒളിച്ചു. മനുഷ്യനിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ ദൈവവുമായി നഷ്ടപ്പെട്ട കൂട്ടായ്മ പുനഃസ്ഥാപിക്കപ്പെടണം. ആ കൂട്ടായ്മ പുനഃസ്ഥാപിക്കപ്പെടണമെങ്കിൽ അവനിലെ പാപത്തിന് പരിഹാരമുണ്ടാകണം. യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി എന്ന് ദൈവവചനം പറയുന്നു. നോ ഗോഡ് നോ പീസ്, നോ ഗോഡ് നോ പീസ്. കാരൻ ക്രിസ്ബറി എന്ന ഒരു അമേരിക്കൻ ക്രിസ്ത്യൻ നോവലിസ്റ്റിൻ്റെ ഒരു നോവലിലെ ഉദ്ധരണിയാണിത്. മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെട്ട പോയ സമാധാനത്തെ പുനഃസ്ഥാപിക്കണമെങ്കിൽ അവൻ ദൈവത്തെ അറിഞ്ഞേ മതിയാകൂ. ദൈവത്തെ അറിയേണ്ടവണ്ണം അറിയാതെ സമാധാനം പുനഃസ്ഥാപിക്കാൻ ആരാലും കഴിയുകയില്ല. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. ഈ ശിശുവിന് സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടുമെന്ന് യെശയ്യാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കിയെന്നു, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളിൽ വാഴട്ടെ, അവനിലല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നും പൗലൂസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്രകാരം അവന്റെ മക്കളായവർ അവനെ പോലെ സമാധാനം ഉണ്ടാക്കുന്നവർ ആകണം. അവരെ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അവർ ഭാഗ്യവാന്മാർ.